ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 240. നമ്മൾ 56-ാമത്തെ ഉപനിഷത്തായിട്ട് മുണ്ടകോപനിഷത്താണ് നോക്കുന്നത്. അതിൽ മുണ്ടകം 1-ലെ കാണ്ഡം 2 ഇന്ന് നോക്കുന്നത്. അതിലെ മന്ത്രങ്ങളാണ്. അപ്പം നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. 1 പറയുകയാണ്, ബുദ്ധിമാന്മാരായ മഹർഷിമാര് ഉന്നതിയുടെ രൂപമായ വേദങ്ങളെ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാഗാദി കർമ്മങ്ങളെ വേദമന്ത്രങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നുവോ, അതായത് ഋഷികൾ വേദമന്ത്രങ്ങളിലൂടെ യാഗങ്ങളെ കണ്ടെത്തുക, അതായത് സയൻസ് മനസ്സിലാക്കിയതിന് ശേഷം ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് യാഗങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതരം യാഗാദി കർമ്മങ്ങൾ ആര് കണ്ടെത്തി? ബുദ്ധിമാന്മാരായ മഹർഷിമാർ. അവ ഋക്ക്, യജുസ്, സാമം ഈ വേദങ്ങളായും പല രീതിയിൽ വിവരിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ ഈ വേദങ്ങളായിട്ട്, ഋക്ക്, യജുസ്, സാമവേദങ്ങളായിട്ട് അതിലൂടെ അവർ ആ യാഗങ്ങളെല്ലാം പല രീതിയിൽ വിവരിച്ചിരിക്കുന്നു. അപ്പോൾ ഋക്ക്, യജുസ്, സാമവേദങ്ങളിൽ സയൻസാണുള്ളത്. സയൻസാണ് ജ്ഞാനം. ആ ജ്ഞാനത്തെ പ്രയോഗിക്കുന്നതാണ് യാഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ യാഗങ്ങളെല്ലാം എന്തെല്ലാം ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. യാഗം, യജ്ഞം എന്നെല്ലാം പറയുന്നത് സയൻസ് ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുക. ആ റോക്കറ്റ് ഉണ്ടാക്കി മുകളിൽ പോകുന്നതും യാഗവും യജ്ഞനും തന്നെയാണ്. അതുകൊണ്ട് പ്രത്യക്ഷ ഉന്നതി ആഗ്രഹിക്കുന്ന മനുഷ്യർ അവ ശരിയായി ഗ്രഹിച്ചിട്ട്, അതുകൊണ്ട് ഇതുപയോഗിച്ചിട്ട് ആരെങ്കിലും നല്ല ഉന്നതികളെല്ലാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രത്യക്ഷ ഉന്നതി ആഗ്രഹിക്കുന്ന മനുഷ്യർ, പ്രത്യക്ഷത്തിൽ അതായത് ഭൗതിക ലോകത്തിലെ ഉന്നതി ആഗ്രഹിക്കുന്ന മനുഷ്യർ അവ ശരിയായി ഗ്രഹിച്ചിട്ട്, വേദത്തിലുള്ള ശാസ്ത്ര തത്വങ്ങൾ, സയൻസുകൾ ശരിയായി മനസ്സിലാക്കിയിട്ട് നിയമപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇന്നും മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പറഞ്ഞ ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ലോക പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ അത് വെച്ചിട്ടൊന്നുമല്ല ലോക പുരോഗതി നേടുന്നത്. വേദങ്ങളിലുള്ളത് അവിടെ കിടക്കുകയാണ്, ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ശാസ്ത്രലോകം അവരുടെ രീതിയിൽ കണ്ടെത്തിയിട്ടാണ് ലോകം പുരോഗമിക്കുന്നത്. പക്ഷെ അതെല്ലാം ഏതിലുണ്ട്? വേദത്തിൽ ഉണ്ട്. ഇതുതന്നെ ഉന്നതിക്കുള്ള സുന്ദരമായ മാർഗം. അപ്പം മനുഷ്യർക്ക് ഭൗതിക ലോകത്തിൽ ഉന്നതി നേടാനുള്ള ശരിയായ മാർഗം ഏത് തന്നെയാണ്? സയൻസിലൂടെ, ശാസ്ത്രത്തിലൂടെ, വേദങ്ങളിൽ പറഞ്ഞ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട്, എല്ലാ ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ സയൻസ് തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉന്നതി നേടുക. എന്നിട്ട് മൃഗസമാനം ഭോഗസുഖങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. മൃഗസമാനം, മൃഗങ്ങൾക്ക് എന്തേ ഉള്ളൂ? സുഖം അനുഭവിക്കുക എന്ന താല്പര്യമേ ഉള്ളൂ. അതുപോലെ മനുഷ്യരും സുഖം നേടാൻ വേണ്ടിയിട്ട് ഈ വേദങ്ങളിലുള്ള സയൻസ് എല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആധുനിക സയൻസ് ഉപയോഗിച്ചിട്ട് ഭോഗങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ അവയൊന്നും മനുഷ്യ ശരീരത്തിന് ശരിയായ ജ്ഞാനം നേടുന്നതിന്, അല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ചതിൻ്റെ ലക്ഷ്യം സാധിക്കുന്നതിന് ഉപയുക്തമല്ല. കാരണം മനുഷ്യന് മാത്രമാണ് ചിന്തിച്ചിട്ട് പ്രപഞ്ച രഹസ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് ബ്രഹ്മജ്ഞാനമാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന ഒരു ശക്തി വിശേഷമാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. ആ വഴിക്കല്ല തിരിയുന്നത്. സുഖത്തിൻ്റെ പിന്നാലെ വേദങ്ങളിൽ പറയുന്ന സയൻസ് ഉപയോഗിച്ചിട്ട്, ആയുർവേദം ഉപയോഗിച്ചിട്ടും എല്ലാം മനുഷ്യർ സുഖിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇപ്പം യോഗ തന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രോഗം മാറണം, കുറച്ച് ആരോഗ്യം കിട്ടണം എന്ന ലക്ഷ്യത്തിലേക്കല്ലാതെ യോഗ നമ്മൾ ബ്രഹ്മത്തിൽ പോയി ലയിക്കണം എന്നുള്ള താല്പര്യം വെച്ചിട്ട് ആരും അത് ഉപയോഗിക്കുന്നില്ല. ഇനി 2 അധികാരികളായവർ
അപ്പം അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് ലോകം പുരോഗമിക്കത്താണ് തന്നെ വേണം. നമ്മളെ ജനിപ്പിച്ചത് ബ്രഹ്മസാക്ഷാത്കാരത്തിനൊന്നുമല്ല. ലോകം ആ ശക്തി സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി അധികാരികളായവർ, അധികാരം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിവുള്ളവർ. അധികാരി എന്ന് പറഞ്ഞാൽ വലിയ എന്തെങ്കിലും ഇതൊന്നും വേണമെന്നില്ല. ചെയ്യാൻ കഴിയുന്നവരാണ് കർമ്മം ചെയ്യേണ്ടത്. ചോറ് വെക്കാൻ അറിയുന്നവർ ചോറ് വെക്കണം. അല്ലാതെ എല്ലാവരും കയറിയിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ല. അതാണ് അധികാരികൾ. അധികാരികൾ എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് വിവരമുള്ള, അത് ചെയ്യാൻ കഴിവുള്ളവർ, അത്രയേ അർത്ഥമുള്ളൂ. അധികാരികളവർ നിത്യവും അഗ്നിഹോത്രം നടത്തണം, ചെയ്യണം. നിത്യവും അഗ്നിഹോത്രം. നമ്മൾ ഈ അഗ്നിഹോത്രം എന്നെല്ലാം പറയുമ്പോൾ എന്തെല്ലോ ധരിച്ചാക്കി വെച്ചിട്ടുണ്ട്. കല്ലും ചുറ്റും വെച്ച് അതിൻ്റെ അകത്ത് ചാണകം എന്തെല്ലാം പൊടിയെല്ലാം ഇട്ട് പുകക്കുന്നതാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അതല്ല. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം റോക്കറ്റ് ഉണ്ടാക്കി, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ റോക്കറ്റ് ഉണ്ടാക്കി വിടണമെങ്കിൽ മൂട്ടിൽ തീ കൊടുക്കണം, എന്നാലേ റോക്കറ്റ് പോകും. അതാണ് അഗ്നിഹോത്രം. അഗ്നി ഉപയോഗിച്ചിട്ട്, ഊർജം ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യണം. ദിവസവും ചെയ്യണം. ഓരോ വ്യക്തിയും ദിവസവും അഗ്നിഹോത്രം ചെയ്യണം. അപ്പം അഗ്നിഹോത്രം എന്ന് പറയുന്നത് അഗ്നി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച് കർമ്മം ചെയ്യണം. കളക്കലും ഊർജം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ശക്തിയില്ലാതെ കളക്കാൻ പറ്റും. അതെല്ലാം അഗ്നിഹോത്രം തന്നെയാണ്. ഊർജം ഉപയോഗിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. ദേവതകൾക്ക് ഹവിസെത്തുന്ന അഗ്നി ശരിയായ നിലയിൽ യാഗവേദിയിൽ കത്തി ജ്വലിക്കുമ്പോൾ മധ്യത്തിൽ ആഹൂതി അർപ്പിക്കണം. അപ്പോൾ അഗ്നിയിൽ ആഹൂതി അർപ്പിക്കണം. അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനാണ് ആഹൂതി എന്ന് പറയുന്നത്. അപ്പം അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യണം. എങ്ങനെ കർമ്മം ചെയ്യണം? ഇപ്പോൾ ചോറുണ്ടാക്കണ്ടെങ്കിൽ അഗ്നി ഉപയോഗിച്ചിട്ട് അഗ്നിഹോത്രം നടത്തണം, കർമ്മം ചെയ്യണം. എങ്ങനെ ചെയ്യണം? അതിൽ ആഹൂതി അർപ്പിക്കണം. എന്തെല്ലാം അർപ്പിക്കേണ്ടത്? അരിയും വെള്ളമെല്ലാം പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ചോറ് കിട്ടും. അതാണ് അഗ്നിഹോത്രം. അപ്പം ആഹൂതി കൊടുക്കുമ്പോൾ ദേവതകളാണ്, പല ദേവതകളുണ്ട്. ഇന്ദ്രനുണ്ട്, അഗ്നിയുണ്ട്, ജലദേവതയുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് അരിനെ ചോറാക്കി മാറ്റുന്നത്. അപ്പം ദേവതകൾക്ക് ആഹൂതി അർപ്പിക്കുമ്പോൾ അഗ്നി എന്ത് വേണം? നല്ലവണ്ണം കത്തി ജ്വലിക്കണം. നല്ലവണ്ണം കത്തി ജ്വലിച്ചതിന് ശേഷമേ നമ്മൾ സാധനം കയറ്റി വെക്കാൻ പാടുള്ളൂ. അരിയും വെള്ളവും നല്ലവണ്ണം കത്തി ജ്വലിക്കുന്നതിനെക്കാട്ടി മുമ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പുക മണക്കും. ശരിക്കും എന്തൊന്നും കിട്ടില്ല, പുക കയറും ചിലപ്പോൾ അതിൻ്റെ അകത്ത്. മണ്ണെണ്ണയെല്ലാം ആദ്യം ഒഴിച്ചിട്ടായിരിക്കും കത്തിക്കുക. അന്നേരം തന്നെ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണെണ്ണേൻ്റെ വാസനയും ആ ചോട്ടിൽ വരും. അതുകൊണ്ട് ശക്തിയായ നിലയിൽ യാഗവേദിയിൽ കത്തി ജ്വലിക്കുമ്പോൾ മധ്യത്തിൽ ആഹൂതി അർപ്പിക്കണം. എവിടെയാണ് പാത്രം വെക്കേണ്ടത്? കത്തുന്നതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിട്ട് തീർത്ത് വെക്കരുത്. നേരെ മുകളിലുമായി പോകരുത്. എവിടെ തന്നെ വെക്കണം? ഒരു മധ്യസ്ഥലത്ത് ആണ് അഗ്നി വെക്കേണ്ടത്. അപ്പം നമ്മൾ കെമിസ്ട്രി ലാബിലെല്ലാം ടെസ്റ്റ് ട്യൂബ് വെക്കുമ്പം എവിടെ വെക്കണം എന്ന് പറയും. അല്ലാതെ ട്യൂബിൻ്റെ അതിൻ്റെ നേരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കെട്ടുപോകും. നേരെ മുകളിൽ വെക്കാൻ ശരിക്കതുമില്ല. അപ്പോൾ എവിടെ വെക്കണം? മധ്യത്ത് വെക്കണം. ആളിക്കത്തുന്നതിന് മുമ്പ് വെക്കാൻ പാടില്ല. ജ്വാലകൾ ഉയരുന്നതിന് മുമ്പ്, നല്ലവണ്ണം ജ്വാല ഉയർന്നു വരുന്നതിൻ്റെ ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ. കത്തിയ ശേഷം കെടാൻ പോകുമ്പോഴും കൊണ്ട് വെച്ചേക്കരുത്. ശാന്തമാകുന്ന സമയത്ത് ആഹൂതി അർപ്പിക്കരുത്. അല്ല, ഇന്ന് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. നല്ലവണ്ണം കത്തി ചെയ്യുന്നതിൻ്റെ ശേഷമാണ് നമ്മൾ. ചിലവരതൊന്നുമല്ല. ചിലവർ എന്ന് പറഞ്ഞാൽ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അടിയിൽ കൊണ്ട് കത്തിക്കും. അത് ചെയ്യാൻ പാടില്ല. പൊങ്കാലയിൽ ഇടുന്ന അടിച്ചില്ലേ, പൊങ്കാലേൻ്റെ കലയെല്ലാം കൊണ്ടുവെക്കും. എന്നിട്ട് അതിൻ്റെ അകടിയിൽ തീ കൊടുത്തു കൊടുക്കും. എന്ത് പറ്റും? പോകാൻ മണക്കും. ആദ്യം ശരിക്കൊന്നും പുകയോ ഇതൊന്നും വരില്ല. പിന്നെ ആ മണ്ണെണ്ണേൻ്റെ എന്തെങ്കിലും മണ്ണെണ്ണ ഒഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും അതിൻ്റെ എല്ലാം ഒരു വാതകം വന്നിട്ട് അതിൽ മണക്കാൻ സാധ്യതയുണ്ട്. പുക മണക്കും. അതിനെ അഗ്നിയെ ജ്വലിപ്പിച്ചതിൻ്റെ ശേഷം വേണം എടുത്തിട്ട് പൊങ്കാലും എടുത്ത് അതിൻ്റെ മേലെ വെക്കാൻ. ഇതാര് പറയുന്നത്? ഉപനിഷത്ത് പറയുന്നത്. നമ്മളൊക്കെ എല്ലാം തലതിരിഞ്ഞ പരിപാടികളാണ്. ഇനി 3,
നിത്യവും അഗ്നിഹോത്രം നടത്താത്തവർ, അപ്പം ദിവസവും അഗ്നിഹോത്രം നടത്തണം. എന്താണ് ദിവസവും അഗ്നിഹോത്രം? അഗ്നി ഉപയോഗിച്ചിട്ടല്ലേ കർമ്മം ചെയ്യാൻ പറ്റുക. ദിവസവും കർമ്മം ചെയ്യണം. ദിവസവും ചോറുണ്ടാക്കി കഴിക്കണം. എങ്കിലും ചോറുണ്ടാക്കി കഴിക്കുമ്പോൾ അഗ്നി വേണം. ദിവസവും ചായ ഉണ്ടാക്കണം. ദിവസവും അധ്വാനിച്ചിട്ട് പൈസ നേടണം. എല്ലാത്തിനും ഊർജം വേണം, അഗ്നി വേണം. അങ്ങനെ ചെയ്യാത്തവർ പൗർണമാസം, ചതുർമാസം, ശരത്ത്, വസന്തം, മുളക്കുന്ന സമയത്തെ യജ്ഞങ്ങൾ, പുതുധാന്യങ്ങൾക്ക് സമർപ്പിക്കുന്ന യജ്ഞം, ഇതെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഋതുക്കളെ പറ്റിയാണ് പറയുന്നത്. ചതുർമാസം എല്ലാം ഋതുക്കളാണ്. ഈ 2 മാസമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. വസന്തം, ഗ്രീഷ്മം, അങ്ങനെ 6 വരും 2 മാസമായിട്ട്. അതേപോലെ തന്നെ 1 മാസം, ഓരോ മാസങ്ങൾ ചെയ്യുന്ന യജ്ഞമുണ്ട്. മേടത്തിൽ ചെയ്യേണ്ട യജ്ഞമുണ്ട്. മേടവും ഇടവും കൂടി ചേർന്ന മാസങ്ങളിൽ ചെയ്യേണ്ടതുണ്ട്. 4 മാസങ്ങൾ കൂടുമ്പോൾ ചെയ്യുന്നുണ്ട്. ചില കൃഷിയെല്ലാം 4 മാസം കൂടിയിട്ട് 3 വിളയെടുക്കുകയാണെന്ന് വെച്ചാൽ അപ്പം എന്ത് വേണം? 4 മാസം കൂടിയിട്ട് ചെയ്യണം. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ. പൗർണമി മാസം എന്നെല്ലാം പറയുമ്പോൾ ചന്ദ്രൻ്റെ അടിസ്ഥാന 1 മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ദിവസവും ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1 മാസത്തിൽ ചെയ്യുന്നുണ്ട്, 2 മാസം അത് ഋതുക്കളാണ്. പിന്നെ 4 മാസങ്ങൾ കൂടുമ്പം അങ്ങനെ കൃഷിയെല്ലാം പലതരത്തിൽ വിളവെടുക്കുന്ന സമയങ്ങളുണ്ട്, കൃഷി നടുന്ന സമയങ്ങളുണ്ട്. വിത്ത്, പുതുധാന്യം സമർപ്പണ യജ്ഞം, പുതുധാന്യങ്ങൾ സമർപ്പിക്കും. പുതുധാന്യങ്ങളെല്ലാം കൊണ്ട് അർപ്പിക്കുന്ന എപ്പോഴാണ്? മഴയെല്ലാം പെയ്യുമ്പോഴാണ് കൊണ്ടായിട്ട് വിത്ത് വിതക്കുക. ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ മുതലായവ നടത്തുന്നില്ലയോ? അങ്ങനെ സീസൺ അനുസരിച്ച്, മാസങ്ങൾക്കനുസരിച്ച്, 4 മാസങ്ങൾ കൂടുമ്പോഴുള്ള തരത്തിലുള്ള അങ്ങനെ തരംതിരിച്ച് ശാസ്ത്രീയമായി യജ്ഞം ചെയ്യുന്നില്ലയോ? ആര് ചെയ്യുന്നില്ലയോ? ആരുടെ യജ്ഞശാലയിൽ അതിഥികളെ സ്വീകരിക്കുന്നില്ലയോ? അപ്പോൾ യജ്ഞം നടത്തുമ്പം മറ്റുള്ളവരെ അതിഥികളെയും നമ്മൾ സ്വീകരിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം അതിഥികൾ എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പുറത്തുള്ളവർ. നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ പുറത്തുള്ളവരെയും സ്വീകരിച്ചിരുത്തി യജ്ഞങ്ങളിൽ പങ്കെടുപ്പിക്കണം. കാരണം നമ്മളൊരു സമൂഹ ജീവിയാണ്. വെറും നമ്മളെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ മാത്രം തിന്ന് പോയാൽ പോരാ. മറ്റുള്ളവരെയെല്ലാം, അതാണ് ഒരു സഹകരണ മനോഭാവത്തോടു കൂടി ആരെ അതിഥികളെ തൃപ്തിപ്പെടുത്തുന്നില്ലയോ യജ്ഞത്തിൽ പങ്കെടുപ്പിച്ചിട്ട്, അഗ്നിയാഗം കൃത്യസമയത്തും ശാസ്ത്രീയ വിധിപ്രകാരവും നടത്തുന്നില്ലയോ? ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യസമയത്ത് നടത്തണം. ചായ രാവിലെ കുടിക്കേണ്ടത് ആ ചായ ഉണ്ടാക്കേണ്ട സമയത്ത് തന്നെ ഉണ്ടാക്കണം. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കി കഴിക്കണം. അതിനെല്ലാം ഓരോ സമയങ്ങളുണ്ട്. എന്ത് കർമ്മവും. ഞാനീ ഉദാഹരണം നമ്മളെ വെച്ച് പറയുന്നതേ ഉള്ളൂ. ഇത് ലോകത്തിൽ നടക്കുന്ന യജ്ഞങ്ങൾ, പ്രൊഡക്ഷനും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അഗ്നിയാഗം കൃത്യസമയത്തും ശാസ്ത്രവിധി പ്രകാരം നടത്തണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യജ്ഞങ്ങൾ നടത്തണം. അങ്ങനെ ചെയ്യുന്നില്ലയോ? അവൻ്റെ അംഗഹീനമായ യജ്ഞത്തെ അഗ്നിഹോത്രം അവൻ്റെ സർവലോകങ്ങളെയും നശിപ്പിച്ചു കളയുന്നു. അല്ലെ, സ്വപ്നലോകങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ? നിത്യവും കർമ്മം ചെയ്യാതിരിക്കുക, മാസത്തിൽ ചെയ്യാതിരിക്കുക, 2 മാസം കൂടുമ്പോൾ ഋതുക്കൾക്കനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, 4 മാസങ്ങൾ കൂടുമ്പോൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതിഥികളെ മറ്റുള്ളവരെയൊന്നും അതിൽ ഇൻവോൾവ് ആക്കാതെ ഇത് ചെയ്യുക, കൃത്യസമയത്തും ശാസ്ത്രവിധി പ്രകാരവും കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അവൻ്റെ എല്ലാം അംഗഹീനമായ യജ്ഞം. അത് അംഗഹീനം എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ള യജ്ഞങ്ങളാണ് അവർ ചെയ്യുന്നത്.
അങ്ങനെ ചെയ്യുന്നവർ വൈകല്യമുള്ള യജ്ഞങ്ങളാണ് ചെയ്യുന്നത്. അവരുടെ സ്വർഗപ്രാപ്തിയിലെ നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാക്കാമെന്നുള്ള ആ ലക്ഷ്യമെല്ലാം തകർന്ന് തരിപ്പണമാകും. അവൻ്റെ ജീവിതം കട്ടപ്പുക എന്ന് പറയുകയാണ്. അപ്പം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ശാസ്ത്രവിധി പ്രകാരം ഓരോ കാലത്തും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെല്ലാം ചെയ്യണം. അതായത് ഭൂമി മുതൽ 7 ലോകങ്ങളിൽ നിന്നും ലഭിക്കേണ്ടതായ ഭോഗങ്ങൾ അവനിൽ നിന്നും തട്ടിമാറ്റപ്പെടുന്നു. അങ്ങനെ കർമ്മം ചെയ്യാത്തവന് ഭോഗസുഖം പോലും ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിലും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ചെയ്യേണ്ട സമയത്തെല്ലാം അതാത് സമയത്ത് ചെയ്യണം. അല്ലെങ്കിൽ അവൻ്റെ ഭോഗസുഖങ്ങൾ, ഭൗതിക സുഖങ്ങളെല്ലാം അവനിൽ നിന്ന് തട്ടിമാറ്റി വരും. ഇനി ഈ കത്തുന്ന അഗ്നിയുടെ സ്വഭാവങ്ങൾ പറയുകയാണ്. കത്തുന്ന അഗ്നി പല രൂപത്തിലുണ്ട്. ഒന്ന് 7 വിധമാണെന്ന് പറയുകയാണ്. കാലി, കറുത്ത നിറത്തോടു കൂടിയ അഗ്നി. കരാലി, അത്യുഗ്ര ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അഗ്നി. അതെവിടെയാണ്? നമ്മൾ ചൂളയിലെല്ലാം ചെല്ലുമ്പോൾ അതിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. ചിലതെല്ലാം ചൂളയിലെല്ലാം ചെയ്യുന്നിടത്ത് അടുത്ത് ചെല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ള അഗ്നിയുണ്ട്. കറുത്ത നിറത്തിലുള്ള അഗ്നിയുണ്ട്. പിന്നെയോ മനോജയ എന്ന് പറയുന്ന അഗ്നിയുണ്ട്. അത് മനസ്സുപോലെ ചഞ്ചലമായി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു തരം അഗ്നിയുണ്ട്. പല ആവശ്യത്തിനും പലതരം അഗ്നി വേണ്ടി വരും. എല്ലാത്തിനും ഒരേ അഗ്നി ഉപയോഗിക്കാൻ പറ്റില്ല. സുലോഹിത എന്ന സുന്ദരമായ നല്ല ചുവപ്പ് നിറത്തിലുള്ള അഗ്നിയുണ്ട്. സുധർമ്മ വർണ്ണ സുന്ദരമായ പുകയുടെ നിറത്തോടു കൂടിയ അഗ്നിയുണ്ട്. ഫുലിംഗ, തീപ്പൊരി ഇങ്ങനെ പൊട്ടിച്ചേറുന്ന തരത്തിലുള്ള അഗ്നിയുണ്ട്. ചിലയിടത്തുള്ള ഇങ്ങനെ തീപ്പൊരി പൊട്ടിച്ചേറും. നമ്മളിപ്പോൾ ഈ ഇരുമ്പെല്ലാം ആലയിലെല്ലാം ഇരുമ്പെല്ലാം അവിടെ ചെന്നാൽ ഇങ്ങനെ തീപ്പൊരി ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കും. വിശ്വരുചി ദേവി എല്ലാ ദിക്കിലും പ്രകാശം തെളുത്തുന്ന തരത്തിലുള്ള അഗ്നിയുണ്ട്. അത് പ്രകാശ രൂപത്തിൽ പരക്കുന്ന അഗ്നി. ഇങ്ങനെ 7 വിധമായ അഗ്നി ജ്വലിക്കുമ്പോൾ ഹവിസിനെ വഹിക്കുന്ന ഈ 7 നാവുകൾ പോലെ അതിനെ കാണണം. ഇങ്ങനെ 7 തരത്തിൽ അഗ്നി ഇങ്ങനെ പണം വിരിച്ചാടും. അത് അതിൻ്റെ നാവായിട്ട്, അത് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നാവ് ഇങ്ങനെ കിട്ടുന്ന ഹവിസെല്ലാം ഇങ്ങനെ നക്കി തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന മാതിരിയാണ് തീയുടെ നാവാണ് ഈ ജ്വാല. അപ്പം നമ്മൾ കൊടുക്കുന്നതെല്ലാം അതിങ്ങനെ വലിച്ചങ്ങ് കയറ്റും. അതിലാണ് നമ്മൾ ഹവിസുകൾ അർപ്പിക്കേണ്ടത്. അവയിലാണ് ആഹൂതി അർപ്പിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ അവസാനം അർപ്പിക്കുന്നതാണെങ്കിൽ, ഇതെല്ലാം ജ്വലിച്ച് കത്തി തീരാനാകുമ്പോഴാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചാരത്തോടൊപ്പം നശിക്കുന്നു. ഒരു തീ അണയാൻ പോകുന്ന സമയത്ത് നമ്മളിപ്പം വീട്ടിൽ ചവറലുണ്ട്, നല്ലോണം കത്തി ജ്വലിക്കുമ്പോൾ ഇടുന്ന എല്ലാം കത്തിപ്പോവും. എൻ്റെ അവസാനം കെടാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് കുറേയെല്ലാം ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ബാക്കി ഉള്ളിലെല്ലാം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടിടും. പക്ഷേ അത് ചാരത്തോടൊപ്പം കൂടിയിട്ട് അത് കുറേ മിച്ചമായിട്ട് അങ്ങനെ കിടക്കും. അത് കത്തില്ല. കത്തിജ്വലിക്കുമ്പോഴുള്ളത് കത്തും. എന്നിട്ട് അണയാൻ, ആ കത്തിജ്വാലയിൽ ഏകദേശം അണയാൻ പോകുമ്പോൾ നമുക്കൊരു പരിപാടിയുണ്ട്. അടുത്തെല്ലാം സാധനങ്ങളെല്ലാം പൊറുക്കി അതിൻ്റെ അകത്തിടുന്ന പരിപാടി. അത് കത്താനൊന്നും പോകുന്നില്ല. അത് ചാരത്തോടൊപ്പം ഇങ്ങനെ കൂടിക്കിടക്കും. അപ്പം അഗ്നിയുടെ പ്രത്യേകതകളെല്ലാം പറയുന്നത്. ഇതിൻ്റെ 5 യാതൊരുവൻ നന്നായി കത്തുന്ന മുൻപ് പറഞ്ഞ 7 വിധ ജ്വാലകളിൽ കൃത്യസമയത്ത് ശാസ്ത്രവിധി പ്രകാരം നിത്യവും ആഹൂതി അർപ്പിക്കുന്നുവോ, ആരിങ്ങനെ നേരത്തെ പറഞ്ഞ തരത്തിൽ ഈ 7 തരം അഗ്നിയിൽ ശാസ്ത്രീയമായി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് ആഹൂതി അർപ്പിക്കുന്നുവോ, അവനെ മരണസമയത്ത് തന്നോടുകൂടി ചേർത്ത്, മരണസമയത്ത് അവനെ തന്നോടുകൂടി ചേർക്കും. അവൻ മരിക്കുമ്പോൾ അഗ്നിയിലാണല്ലോ കൊണ്ട് ദഹിപ്പിക്കുന്നത്. അപ്പം അഗ്നി അവൻ്റെ കൂടെ ചേർന്ന് വരും.
എന്നിട്ട് അവനോട് തന്നോട് കൂടി ചേർത്തിട്ട് അവൻ്റെ ദേഹത്തെ തന്നോട് കൂടി ചേർത്തിട്ട് ജയിക്കുമ്പോൾ ഈ ആഹൂതികൾ സൂര്യകിരണങ്ങളായി, അത് സൂര്യൻ്റെ കിരണങ്ങളായി ഉയർത്തിട്ട് ഇന്ദ്രലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ എന്നിട്ട് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് സാരം. അതായത് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ മര്യാദയ്ക്ക് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഊർജം അതുപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അവന് മോക്ഷം കിട്ടുമെന്ന് പറയുകയാണ്. 6. ആ പ്രദീപ്തമായ ആ ജ്വാലകളിൽ അർപ്പിച്ച ആദ്യ ആഹൂതികൾ സൂര്യകിരണങ്ങളായി മാറി മരണസമയത്ത് അവനോട് പറയുന്നു. അങ്ങനെ അർപ്പിച്ച നമ്മൾ ആഹൂതി ആ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ നേരത്തെ 7 തരത്തിൽ പറഞ്ഞല്ലോ, അതിൽ കൃത്യമായി സമയത്തെല്ലാം നമ്മൾ ചെയ്ത് യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കിരണങ്ങൾ മരിക്കുന്ന സമയത്ത് അവനോട് പറയും, എന്ത്, വരൂ നമുക്ക് ഭോഗസുഖങ്ങൾ അനുഭവിക്കുവാനുള്ള ബ്രഹ്മലോകത്തിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു. നിന്നെ നമ്മൾ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കത്തിജ്വലിക്കുമ്പോൾ ആ ശരീരത്തോട് പറയുകയാണ്, വരൂ നമുക്ക് ബ്രഹ്മലോകത്ത് പോയ എല്ലാ ഭോഗസുഖങ്ങളും അവിടെ അനുഭവിക്കാം. ബ്രഹ്മലോകത്തേക്ക് നിന്നെ ക്ഷണിക്കുന്നു. നേരത്തെ ഇടത്തേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രലോകത്ത്, സ്വർഗത്തിലേക്ക് എന്നാണ് പറഞ്ഞത്. ഇപ്പം ബ്രഹ്മലോകത്തിലേക്കാണ്. ഇങ്ങനെ പറഞ്ഞ് ആദരിച്ചുകൊണ്ട് സൂര്യകിരണങ്ങളിലൂടെ അവനെ സ്വർഗത്തിൽ എത്തിക്കുന്നു. ഇവിടെ ബ്രഹ്മലോകം എന്ന് പറഞ്ഞത് ഇന്ദ്രലോകവും, ഇന്ദ്രനും ബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആദിയിലാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. ഇന്ദ്രനും ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ വേറൊരു രൂപമാണ് ഇന്ദ്രൻ. എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഇന്ദ്രലോകം എന്ന് പറഞ്ഞതും അതുമല്ല ബ്രഹ്മലോകമായിട്ട് കണ്ടാൽ മതി. അതും ബ്രഹ്മത്തിൻ്റെ ഭഗവാന്റെ സ്വരൂപം തന്നെ. അതിനാൽ അതും ബ്രഹ്മം തന്നെ. അതുകൊണ്ട് നേരത്തെ ഇന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ബ്രഹ്മലോകത്തിൽ പോയി എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. ബ്രഹ്മവും ഇന്ദ്രനും എല്ലാം ഒന്ന് തന്നെ. ഇനി 7 പറയാണ്, മന്ത്രങ്ങൾ അവയുടെ യജ്ഞങ്ങളുടെ അടിസ്ഥാനത്തിൽ 18 തിരിക്കാം. ഇനി ചെയ്യുന്ന യജ്ഞങ്ങളെ തന്നെ 18 തരംതിരിച്ചിട്ടുണ്ട്. അത് കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിലാണ്. ചെയ്യുന്ന യജ്ഞങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ട് പലതരത്തിലുള്ള യജ്ഞങ്ങളായിട്ട് നിത്യ, ദർശ, പൗർണ, ചതുർമാസം, നേരത്തെ പറഞ്ഞ ചതുർമാസ മൂലായ ഭേദങ്ങളോടുകൂടിയ യജ്ഞത്തിന് 18 പ്രധാന രൂപങ്ങൾ ഉണ്ട്. ഈ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം 18 തിരിച്ചിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യജ്ഞങ്ങൾ പലതരത്തിലുണ്ട്, 18 തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ കെമിസ്ട്രി തന്നെ യജ്ഞങ്ങൾ എന്തുണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്യുന്ന മാതിരി തന്നെ ഇതിന് ഈ യജ്ഞങ്ങൾ, അഗ്നി ഉപയോഗിച്ച് ചെയ്യുന്ന യജ്ഞങ്ങളെ 18 തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 18 പുരാണങ്ങളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ആ എഴുതുന്നതിന് 18 തരം തിരിച്ചിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവയിലൂടെ സംസാര സാഗരത്തെ മറികടക്കാനാവില്ല. പക്ഷേ വേദങ്ങളിൽ പറയുന്ന ഈ ഭൗതിക ലോകത്തിലെ സയൻസ്, അപര സയൻസിലൂടെ സംസാര സാഗരത്തെ മറികടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിച്ചു പോകാം, അല്ല ബ്രഹ്മസാക്ഷാത്കാരം അക്കാര്യം നടപ്പില്ല. സംസാര ദുഃഖം എന്ന ചെറിയ നദി പോലും കടക്കാനാവില്ല. നമ്മുടെ ദുഃഖത്തെ പോലും നമുക്ക് ഈ യജ്ഞങ്ങളൊന്നും ചെയ്തത് കൊണ്ട് ഇങ്ങനെ സുഖിച്ച് ദിവസവും കർമ്മമെല്ലാം ചെയ്ത് സുഖമായി ഭക്ഷണമെല്ലാം കഴിച്ചിരുന്നു കഴിഞ്ഞാൽ സംസാര ദുഃഖമെന്ന ചെറിയ നദിയെ പോലും നിങ്ങൾക്ക് കടക്കാൻ ആവില്ല. ജീവിതം കഷ്ടപ്പാട് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഒരാൾക്കും ജീവിതത്തിൽ സുഖം കിട്ടാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു നിമിഷം കിട്ടുക, അതോടെ തീർന്നു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒരു ചെറിയ സുഖം, ആ ഫസ്റ്റ് റാങ്ക് തീർന്നു.
അടുത്ത നിമിഷം മുതൽ ആദ്യം +1 കയറി തല കുത്തി മറിഞ്ഞ് പഠിക്കൽ തന്നെ. അപ്പം സുഖം എപ്പോഴെങ്കിലും ഒരു ഇത്ര നേരം, അത് കഴിഞ്ഞാൽ ദുരിതവും കഷ്ടപ്പാടും തന്നെ ജീവിതം മുഴുവൻ. കാരണം ഏതെങ്കിലും അംഗത്തിന് കുറവുണ്ടായാൽ സ്വർഗപ്രാപ്തി സംഭവ്യമല്ല. ഏതെങ്കിലും ഒന്നിന് കുറവുണ്ടായാൽ സ്വർഗപ്രാപ്തി ലഭിക്കില്ല. എന്തെങ്കിലും കുറവുണ്ടാവും നമ്മളെ യജ്ഞത്തിന്, എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാവും. ഒന്നില്ലെങ്കിൽ ആത്മീയത തീരെ ഉണ്ടാവില്ല. ഭൗതിക സുഖത്തിൻ്റെ അർജുനൻ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെയാണ് പോയത്. അദ്ദേഹത്തിന് ആത്മീയ ചിന്ത വന്നേരം പോലെ നീ അങ്ങോട്ടേക്ക് കൊണ്ടത് എനിക്ക് വേറെ ജോലിയുണ്ട്. ഇടയ്ക്ക് വെച്ച് ചിതറിപ്പോകും. അപ്പോൾ ഈ മാർഗങ്ങളെല്ലാം വേദത്തിൽ പറയുന്ന ഭൗതിക സുഖങ്ങളെല്ലാം നല്ലത് തന്നെ, പക്ഷേ അതൊന്നും ബ്രഹ്മസാക്ഷാത്കാരത്തിനെത്തില്ല. ഇടയ്ക്ക് വെച്ച് ചിതറിപ്പോകും, ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകും. ഇത് മനസ്സിലാക്കാതെ കാമകർമ്മങ്ങളെ തന്നെ പരമേശ്വരന്മാരുടെ പ്രാപ്തിക്ക് ഉപകരിക്കുമെന്ന് കരുതി ഈ സത്യം മനസ്സിലാക്കാതെ, ഏത് സത്യം? ഭൗതിക ലോകത്തിൽ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിച്ചിട്ട് ഭാര്യയും മക്കളും എല്ലായിട്ട് ജീവിക്കുമ്പോഴും ചിലവർ പറയും, അയ്യോ ഈശ്വരനെ മറന്നുകൂടാ, ഈശ്വരനെ മറന്നുകൊണ്ട് ഞാനല്ല ഈശ്വരനെ ഓർത്തുകൊണ്ടേ ചെയ്യുന്നുള്ളൂ, എനിക്ക് അവസാനം സ്വർഗം കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. പരിപാടി നടക്കില്ല. ഈശ്വരനെ തൃപ്തിപ്പെടുത്താനൊന്നും പറ്റില്ല. ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച ജോലി ചെയ്യാനാണ്, അതിന് ചെയ്തു കൊടുത്തേക്കും. അത് മര്യാദയ്ക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈ ജാട കാണിച്ചത് കൊണ്ടൊന്നും ഇടയ്ക്ക് പോയി ദിവസവും രാവിലെ പോയി അമ്പലത്തിൽ പോയി തൊഴുത് പരീക്ഷ എഴുതാകുമ്പോൾ തൊഴുത് ഇതൊന്നും പോയിട്ടൊന്നും, അതെല്ലാം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈശ്വരൻ വന്നിട്ട് നമ്മളെ പരീക്ഷ എഴുതരണം എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഈശ്വരൻ എന്ത് ചെയ്യാനാണ്? ഈശ്വരൻ അതിനൊന്നും താല്പര്യവുമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലെ എണീച്ച് കുളിച്ച് ഭക്തി തൊട്ട് ഇതെല്ലാം വാരി തേച്ച് നല്ല നീറ്റായിട്ട് നല്ല ഇതെല്ലാം ഇട്ട് ഓഫീസിൽ പോയി ജോലി ചെയ്ത് മാന്യമായ വ്യക്തിൻ്റെ മാതിരി ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തു തീർക്കുക. മനസ്സിൻ്റെ ചിന്താഗതി അതായിരിക്കണം. ഞാൻ സൃഷ്ടിച്ച് എന്തോ കർമ്മം ചെയ്യാൻ ഞാൻ എന്താ ചെയ്തു കൊടുക്കുന്നു, ആ വൃത്തത്തിൽ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഈ വേഷം കെട്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ എന്തെല്ലോ കാട്ടിക്കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല, അതിൻ്റെ അർത്ഥവുമില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ സ്വകാമകർമ്മങ്ങൾ തന്നെ, നമ്മുടെ സുഖത്തിന് വേണ്ടിയുള്ള കാമകർമ്മങ്ങൾ തന്നെ പരമേശ്വര പ്രാപ്തിക്ക് ഉപകരിക്കുമെന്ന് കരുതി, അപ്പം കല്യാണം കഴിക്കുമ്പോൾ രാവിലെ തന്നെ ഭാര്യയും ഭർത്താവ് കല്യാണം കഴിക്കുന്നവർ അമ്പലത്തിൽ പോയി തൊഴുത് അവിടെ നിന്ന് മാലിയെല്ലാം പൂജിച്ച് വാങ്ങി കൊണ്ടുവന്ന് പറയുന്ന പൂജാരി വന്ന് കെട്ടിക്കൊടുത്ത് ഈശ്വരനെ പരമാത്മാവിനെ തൃപ്തിപ്പെടുത്തിയാണ്. എന്നിട്ട് താലി കെട്ടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് അവിടെ പൊരിഞ്ഞ തല്ലായിരിക്കും. പിന്നെ ഇതെങ്ങനെ പൊട്ടിച്ചെറിയണമെന്നും വെച്ചിട്ടാണ് നടക്കുക. വല്ല കാര്യമുണ്ട്? അതെല്ലാം എന്താണ്? ആത്മീയത. ഞാൻ ഭയങ്കര ഈശ്വരനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കാതെ സ്വകാമകർമ്മങ്ങളെ തന്നെ പരമേശ്വര പ്രാപ്തിക്ക് വേണ്ടി പരമേശ്വരനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഉപകരിക്കുമെന്ന് കരുതി, അതിൻ്റെ ഫലം പരമസുഖമെന്ന് കരുതി, ഇതിൻ്റെ എല്ലാം ഫലം നമ്മൾ നല്ല മാന്യമായി ഈശ്വരനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സുഖം, അതിൻ്റെ ഫലം പരമസുഖം. നമ്മളെ ജീവിതം എന്തായിരിക്കും? പരമസുഖം. കല്യാണം ഇങ്ങനെയെല്ലാം നടത്തിക്കഴിഞ്ഞാൽ നല്ല പരമസുഖം. നല്ല ക്ഷേത്രത്തിൽ പോയി കല്യാണം കഴിക്കണം. ആദ്യം തന്നെ പോയിട്ട് ഈ മാലയെല്ലാം അവിടെ വെച്ച് പൂജിക്കണം. പൂവെല്ലാം കൊടുത്ത് പൂജിച്ച് നല്ലൊരു തന്ത്രീനെ, നല്ല തന്ത്രീനെ വിളിച്ച് പൂജകൾ നടത്തിയിട്ട് തലയെല്ലാം കെട്ടി കട്ടിലപ്പടി വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂജിച്ച് അവസാനം കോടതി കയറുന്ന അവസ്ഥയിലേക്ക് എത്തിയ ദാമ്പത്യത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇതെല്ലാം കയറി വീട്ടിൽ കയറി പിറ്റേന്ന് മുതൽ തുടങ്ങി. എന്തിന്? പരമാനന്ദ സുഖങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്.
അതിൻ്റെ ഫലം പരമസുഖമെന്ന് കരുതി അതിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നു, ആ ശക്തിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവർ വൃദ്ധാവസ്ഥകളിലും വൃദ്ധന്മാരുമായി അവസാനം ജനന മരണ ചക്രത്തിലകപ്പെട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ പോവുകയാണ്. അല്ലാതെ ശരിയായ ആത്മീയത ലഭിക്കാൻ പോകുന്നില്ല. അതിന് ആ ഈശ്വരനോട് ഇങ്ങനത്തെ ഇതൊന്നും കാട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യുന്നത് ഈശ്വരനായിക്കൊണ്ട് ചെയ്യുക. ഞാനിവിടെ കെട്ടാൻ പോകുന്നു, എന്തിനു വേണ്ടി? അത് നിന്റെ തീരുമാനമാണ്. നീ എനിക്കൊരു പെണ്ണിനെ തന്നിരിക്കുകയാണ്, എന്തിനു വേണം? എനിക്കൊരു കുട്ടി വേണം. നാളത്തെ ലോക പുരോഗതിയിൽ പങ്കെടുത്ത് കർമ്മം ചെയ്യാൻ എനിക്കൊരു കുട്ടി വേണം. അതുകൊണ്ട് ഇവളെ എനിക്ക് നീ തന്നിരിക്കുന്നു, ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് കുട്ടീനെ ഉണ്ടാക്കിത്തരാം, അതിനു വേണ്ടിയിട്ടുള്ള ആ കുട്ടീനെ എല്ലാം സംരക്ഷിക്കേണ്ട കാര്യമെല്ലാം ഞാൻ ചെയ്തേക്കാം, എല്ലാം നിനക്ക് വേണ്ടി എന്നങ്ങ് ചെയ്തേച്ചാൽ മതി. പിന്നെ ഈ കുഴപ്പമൊന്നും ഉണ്ടല്ല. രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തോന്നാ പിന്നെ പട്ടിയും തൂക്കിയൊന്നും വീട്ടിൽ പോവില്ല. ഈ നിലയിലാണ് സമീപിക്കുന്നതെങ്കിൽ അല്ലാതെ എവിടെ വെച്ച് എന്ത് കാണിച്ചാലും ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ 8 പറയുകയാണ്, അന്ധന് വഴികാട്ടിയായി അന്ധനെ കിട്ടുമ്പോൾ ഒരു കുരുടനെ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കുരുടൻ കൂട്ടിപ്പോവുകയാണെങ്കിൽ അവനെങ്ങനെയാണ് ലക്ഷ്യത്തിലെത്താൻ പറ്റുക? മുള്ളിലും ചവറിലും കാൽ വഴുതി വീണും പാറക്കട്ടുകളുടെ മേലെ തട്ടിയും മൃഗങ്ങളുടെ മേലെ കൊണ്ടിടിച്ചും തട്ടിമുട്ടിയും വിവിധ കഷ്ടതകൾ അനുഭവിക്കുന്നു. അതുപോലെ മൂഢന്മാരായ ആളുകൾ കീടം, പക്ഷികൾ മുതലായ യോനികളിൽ ജനിച്ച് നരക ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? വല്ലവരും പറയുന്ന കേട്ടിട്ട് അവന്മാർ ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയും വല്ല പട്ടീൻ്റെയോ പൂച്ചേൻ്റെയോ കൃമീൻ്റെയോ എല്ലാം ഗർഭപാത്രത്തിൽ ജനിക്കാം അടുത്ത ജന്മത്തിലും. എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണം, ചളി കിടന്ന്. കൃമിയെല്ലാം എവിടെയാണുണ്ടല്ലോ, ചാണകത്തിലാണ് എന്തിലാണ്, അതിലെല്ലാം കിടന്നിട്ട് ഇങ്ങനെ കളിക്കാം. യാതൊരുത്തൻ വിദ്യാബുദ്ധിയുടെ മിഥ്യാഹങ്കാരത്താൽ മുഴുകി, പിന്നെ ഞാൻ വലിയ പണ്ഡിതനാണെന്നുള്ള ചിന്തയോടുകൂടി വിദ്യാഹങ്കാരത്താൽ മുഴുകി മഹാത്മാക്കളുടെ വചനങ്ങളെ അവഹേളിച്ച്, ഈ വേദം പറയുന്ന ഈ വചനങ്ങളെ അവഹേളിച്ച്, ഞാൻ പറയുന്നൊന്നുമല്ല, ഈ വേദവ്യാസനും ഋഷികളും ഈ ഉപനിഷത്തിലൂടെ പറഞ്ഞു തന്ന മഹാന്മാരായ അവർ പറഞ്ഞു തരുന്ന വാക്കുകൾ അവഹേളിച്ച്, അത് അവഹേളനം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും തലതിരി. ഭയങ്കര ആത്മീയവാദികളുള്ള ചാനൽ ഇതെല്ലാം കേട്ടോ. യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആത്മീയവാദികളാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴേക്ക് ഇത് കേൾക്കാൻ പറ്റില്ല, ഇത് കേട്ട് കഴിഞ്ഞാൽ ഇവനെന്ത് പറയുന്നു. അതുകൊണ്ട് യാതൊരുതൻ വിദ്യാബുദ്ധിയുടെ മിഥ്യാഹങ്കാരത്താൽ മുഴുകി മഹാത്മാക്കളുടെ വചനങ്ങളെ അവഹേളിച്ച് അവൻ അവിടെ നിന്ന് വായിക്കുമെന്ന് പറയുക. അവൻ പറയുന്ന ആരാണ്? മഹാത്മാക്കളായ ഉപനിഷത്തുകൾ പറയുന്ന വാക്കുകളാണ്. പ്രത്യക്ഷ സുഖഭോഗങ്ങൾക്ക് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷമായ സുഖഭോഗങ്ങൾ, അതായത് ബൗദ്ധിക സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി സുഖം കിട്ടണം. സ്വകാമകർമ്മങ്ങളിൽ മുഴുകി, സ്വകാമകർമ്മങ്ങൾ, അവർക്ക് കാമകർമ്മങ്ങളിലെല്ലാണ് വലിയ താല്പര്യം. അത് വേറൊരു ചാനലിൽ ഞാൻ കണ്ടതാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയം ഭഗവതിയെ കാണാനൊന്നുമല്ല, അവിടെ കൊണ്ടുപോയിട്ട് കുറേ സിനിമാ നടികൾ, കാണാനുള്ള സിനിമാ നടികളിൽ വെച്ചിട്ട് ഇവരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ആറ്റുകാൽ പൊങ്കാല ഭയങ്കര ആത്മീയതയാണ്. ആരാണ്? ഈ സിനിമാ നടികളെയെല്ലാം കാണിച്ചിട്ട്. എനിക്ക് അങ്ങനെ പറയുന്ന ഒരു സന്യാസി, ഒരു ആത്മീയവാദി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്, അതുപോലെ പറയാൻ എനിക്ക് പറ്റില്ല. ഇവരെയെല്ലാം കാണിച്ചുകൊണ്ട് ഇതാണ് ആത്മീയത.
എന്താണ് ആത്മീയത എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ, ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, വലിയ വലിയ ആൾക്കാർ സിനിമാ നടികളെല്ലാം വന്നിട്ട് ഇടിക്കുകയാണ്. അതുകൊണ്ട് ഇത് ദിവ്യമായ എന്തോ ആണ്, എന്തോ ധാരണകൾ പാടിച്ചു വിട്ടിരിക്കുകയാണ്. ഇതെല്ലാമാണിത് ആത്മീയതയുടെ ലക്ഷണം. എൻ്റെ സ്വകാമകർമ്മങ്ങളിൽ മുഴുകി വസിക്കുന്നുവോ അവൻ അമൂല്യമായ സമയത്തെ, മനുഷ്യ ജന്മത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇതൊന്നുമല്ല ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ ഏകാന്തമായിരുന്നു നമ്മളെ മനസ്സിനെ ആ ഈശ്വരനെ മനസ്സിലാക്കി. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ശക്തിയുണ്ട്. നമ്മൾ ഈ മായയിൽ അകപ്പെട്ട് അവിടെ കിടന്നിട്ട് എന്താണ് ആറ്റുകാൽ പൊങ്കാലെല്ലാം കാണുന്നത്? മായയിൽ അകപ്പെട്ടുകൊണ്ട് എന്തെല്ലോ ബോട്ടികൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഭൗതികമാണ്. ആത്മീയത ഇതൊന്നുമല്ല. ഇതിൽ നിന്നെല്ലാം മാറി ഗോഷ്ഠികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുക. അതും ഇതും എവിടെ കിടക്കുന്നു? എല്ലാം ഒരു ആഘോഷം. 9 ഇഹ പരലോക ഭോഗപ്രാപ്തിക്കായി സാംസ്കാരിക സുഖത്തിന് വേണ്ടിയുള്ള സാധനങ്ങളായ സകാമ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഇഹലോക പുരലോക സുഖത്തിനായിക്കൊണ്ട്, ഈ ലോകത്തിലെയും പരലോകത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നല്ല കൂറികളെ കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യം ഒഴുക്കുന്ന ഇതുണ്ട്, പുഴകളിലൂടെയെല്ലാം മദ്യം ഒഴുകും. ഇതെല്ലാം പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ പോയാൽ കൂറികളുണ്ട്, നല്ല പാലും തേനും മദ്യം ഒഴുകുന്ന. ഇവിടുന്ന് കുടിക്കാൻ പാടില്ല, അവിടെ പോയാൽ ഇഷ്ടംമാരി മുക്കി കുടിക്കാം. അപ്പം ഇഹ പരലോക ഭോഗപ്രാപ്തിക്കായി സാംസ്കാരിക ഉന്നതിക്കായി, സാംസ്കാരികമായ ഉന്നതിക്കായി അതിൻ്റെ സാധനങ്ങളായ സകാമ കർമാദികളിൽ ഏർപ്പെട്ട്, കാമുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഏർപ്പെട്ട് പലതരത്തിൽ അതിൽ മുഴുകി കഴിയുന്നുവോ, അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ മുഴുകി ജീവിക്കുന്നുവോ, അജ്ഞാനികളായ മനുഷ്യർ, അങ്ങനെ അജ്ഞാനികളായ മനുഷ്യര് എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഞങ്ങളുടെ കർത്തവ്യങ്ങൾ പാലിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നു. ഇങ്ങനെ എന്തെല്ലോ ധാരണ വെച്ചുകൊണ്ട് രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിലെല്ലാം പോയി പൊങ്കാല പാത്രവും എല്ലാം ആയിട്ട് പൊങ്കാലയെല്ലാം ഇട്ട് എന്തെല്ലോ ചെയ്ത് വന്നിട്ട് ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. ചിലവർ തെറ്റൊന്നും ചെയ്തില്ല, നമ്മൾ മാന്യമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ കർമ്മമെല്ലാം ചെയ്യുന്നുണ്ട്, രാവിലെ പോവും, അമ്പലത്തിൽ പോവും, ഭഗവാനേ എന്നെ ഒന്നും ചെയ്യരുതേ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണേ എന്നെല്ലാം പറഞ്ഞ് രാവിലെയും വൈകുന്നേരവും എല്ലാം പോവും. ഇങ്ങനെ നല്ല നിലയിലായിരിക്കും ജീവിച്ചിട്ട് എന്തു പറയും? ഞങ്ങളുടെ കർത്തവ്യങ്ങൾ പാലിച്ചു കഴിയുന്നു എന്ന് കരുതി ജീവിക്കുന്നവർ, അവർ ഭോഗസുഖത്തിൽ ആസക്തി ഉള്ളവരാണ്. അവർക്ക് ഭോഗസുഖം നല്ലോണം വേണം. എന്നിട്ട് എന്ത് വേണം? അമ്പലത്തിലെല്ലാം പോയി വരുമ്പോൾ നല്ല ചായ കിട്ടണം, പിന്നെ ദോശ, നല്ല ചട്ടണിക്ക് ശരിയായിലേക്ക് ദേഷ്യം വരും. പിന്നെ ഉച്ച സമയം കൃത്യമായി ഭക്ഷണം എല്ലാം കഴിച്ച്, ചിലപ്പോൾ അമിതമായിട്ടൊന്നും കഴിക്കില്ല, എന്നാലും കഴിച്ച് ആസ്വദം. ഇന്നത്തെ ആയിട്ട് ഭോഗസുഖത്തിൽ ആസക്തി ഉള്ളവരാണ്. ആയതിനാൽ അവർ സാംസ്കാരികതയിലേക്കല്ലാതെ നന്മയുടെ നേരെ ദൃഷ്ടി തിരിക്കുന്നില്ല. അവർ ഈ സംസാരത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. കേട്ടോ, എന്നെപ്പറ്റി ആരും ഒരു കുറ്റവും പറയില്ല കേട്ടോ. എല്ലാവർക്കും എന്നോട് ബഹുമാനമാണ്. ഞാൻ എന്ത് ചെയ്യുന്നതും അന്യന്മാർക്ക് ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തിയൊന്നും ചെയ്യില്ല. എല്ലാവരും നല്ല മാന്യമായി, എല്ലാം വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും നല്ലോണം തമ്മിൽ തല്ലും.
എൻ്റെ പുറത്തിറങ്ങുമ്പം ചിരിച്ച് തെളിച്ചുകൊണ്ട് ഒന്നിച്ച് നാട്ടുകാർ. അപ്പം നാട്ടുകാർ എന്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം, ഭയങ്കര ഭയങ്കര തന്നെയാണ്. അവരെ കണ്ടേക്കാറ് പഠിക്കണം, ഇങ്ങനെ ജീവിച്ച് നടക്കുകയാണ്. പക്ഷേ അവർ നന്മയുടെ നേരെ ദൃഷ്ടി തിരിക്കുന്നില്ല. ശരിയായ നന്മ ഏതാണ്? ബ്രഹ്മം, പരമാത്മാവാകുന്ന സമുദ്രം, അല്ല, പരമാനന്ദമാകുന്ന സമുദ്രം പരമാത്മാവാണ്. ശരിയായ മനസമാധാനം കിട്ടുക എന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവിൽ മനസ്സ് ചേർന്നുവാൽ മാത്രമേ പരമാനന്ദം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഈ പരിപാടി ഒന്നും പരമാനന്ദം നൽകില്ല. പരമാനന്ദം ലഭിക്കണ്ടെങ്കിൽ പരമാത്മാവിൽ പോയി ലയിക്കുക. അതിനെന്ത് വേണം? ഈ ഭൗതിക ലോകം ഉപേക്ഷിക്കുക. അതിനാൽ അവർ പരമാത്മാവിനെ പ്രാപിക്കാതെ, അല്ലെങ്കിൽ പരമാത്മാവിനെ പ്രാപിക്കേണ്ട കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കാതെ ദുഃഖത്തിൽ അകപ്പെട്ടുകൊണ്ട്, അതായത് സാധാരണ ഭൗതിക ലോകം ജീവിക്കുന്നവർക്കെല്ലാം ദുഃഖം തന്നെയാണ്. നേരത്തെ പറഞ്ഞു, വേദം എപ്പോഴും എടുത്തു പറയുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെയാണ്. ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല, പങ്കൊന്ന് കിട്ടും ഒരു നിമിഷത്തേക്ക്. പുണ്യകർമ്മം ഫലങ്ങൾ, അപ്പോൾ എന്തെങ്കിലും ചെറിയ പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഫലം തീരുമ്പോഴും വീണ്ടും താഴേക്ക്, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മുകളിൽ പോവും. കുറച്ചു കാലം അങ്ങനെ ശാന്തമായിട്ട്, സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കാരണം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ തലവേദന. പുനർജനിക്കുന്നത് വരെ സുഖമാണ്, അവിടെ സുഖമാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ ഗാഠനിദ്രയിൽ ഇരിക്കുമ്പോൾ സുഖമല്ലേ, എന്തൊക്കെ കുഴപ്പമുണ്ട്. ഇപ്പം തൂക്കിക്കൊല്ലാൻ വിധിച്ചവനാണെങ്കിലും ഗാഠനിദ്രയിൽ നല്ല സുഖമാണ്. അതേപോലെയാണ് മരിച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല, ശാന്തതയാണ്. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കഷ്ടപ്പാട്. അപ്പോൾ പുണ്യം തീരുമ്പോൾ പിന്നെ ആദ്യം പറയും, നീ പോയിട്ട് ഇന്നതായിട്ട് ജനിച്ചിട്ട് ഇന്ന ജോലി ചെയ്യും. അപ്പോൾ സ്വർഗത്തിൽ നിന്നും, അതാണ് സ്വർഗം, സ്വർഗത്തിൽ നിന്നും താഴെ പതിക്കുന്നു. 10 മൂഢന്മാരായ മനുഷ്യർ വേദം ശ്രുതിയല്ല, വേദവും സ്മൃതികളും. പിന്നത്തെ മനുഷ്യർ അതിനെല്ലാം വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് എന്തെല്ലാം ഉണ്ടാക്കുമല്ലോ. ആ സ്മൃതികൾ മുതലായ ശാസ്ത്രങ്ങളിൽ സുഖപ്രാപ്തിക്കായി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവ സർവശ്രേഷ്ഠ കല്യാണകാരികളായിട്ട് കാണുന്നു. അങ്ങനെ പറഞ്ഞതെല്ലാം അതെല്ലാം കല്യാണകാരികളായിട്ട് കാണുന്നത്. എന്തെന്ന്? ശത്രുവിന് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നുണ്ട്, ആ ദുഃഖം ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാട്, ദുഃഖം, ശത്രുത എല്ലാം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഭദ്രകാളിക്ക് കൊണ്ടുപോയിട്ട് വഴിപാട് നടത്തിയാൽ മതി. ഇപ്പം നമ്മളൊരു വഴിപാട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് 100 റുപ്യ 20 റുപ്യ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭദ്രകാളി വാളും എടുത്തിറങ്ങും നമ്മളെ ശത്രുവിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി. എന്തെല്ലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭദ്രകാളി ശത്രു സംഹാര പൂജ, എല്ലാവരും ഇപ്പം ഏത് ക്ഷേത്രത്തിലുള്ളതാണ് ശത്രു സംഹാര പൂജ? ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പൂജ നടത്തി കഴിഞ്ഞ് ഭഗവതിക്ക് പിന്നെ ഈ നാട്ടിലുള്ള എല്ലാ ശത്രുക്കളെയും തല്ലിക്കൊല്ലലാണ് ജോലി. ശത്രു സംഹാര പൂജ കിട്ടേണ്ട സമയം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ശരി, ഏതവനാണ് കട്ടേണ്ട പറഞ്ഞാൽ മതി. പൈസയും പറഞ്ഞ ഭഗവാനെ ഇന്നാണ് എനിക്ക് വലിയ പാരൊക്കെയാണ്, അവനെ ഒന്ന് ശരിയാക്കുന്നത്. ആ ശരി, ഞാൻ ശരിയാക്കി തരാം. എന്ത് പൈസയും വാങ്ങി എന്തെല്ലാമാണ് സുഖപ്രാപ്തിക്കായി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നുവോ അവ സർവശ്രേഷ്ഠ കല്യാണകാരികളായിട്ട് കണക്കാക്കുന്നു. അവർ അവയിൽ നിന്നും ഭിന്നമായ പരമാത്മാവിനെ, അതുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനം, ഭക്തി, പരമാത്മാവിൽ ഭക്തിയൊന്നും അർപ്പിക്കാതെ അതിനെപ്പറ്റി ധ്യാനിക്കാതെ എന്താണ് ബ്രഹ്മം, ഈ പ്രപഞ്ചം ഏതിലാണ് നിലനിൽക്കുന്നത് അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാതെ നിഷ്കാമഭാവത്തോടെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തോ നേടാൻ വേണ്ടിയാണ്. നിഷ്കാമഭാവത്തോടെ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ അങ്ങയെ ഒന്ന് ദർശിക്കാൻ വരികയാണ്, എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരവും വേണ്ട, ഞാൻ ക്ഷേത്രത്തിൽ വരുന്നു, അങ്ങയൊന്ന് ദർശിക്കണം, അത്രയേ എനിക്ക് ആഗ്രഹമുള്ളൂ, ഒന്നും എനിക്ക് സാധിപ്പിച്ചു തരാനില്ല. നിഷ്കാമഭാവത്തോടെ
അതോടുകൂടിയ കർമ്മം, ഞാനെന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ടിയിട്ട് ഞാൻ ചെയ്യില്ല. എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട ആവശ്യമില്ല. ആ ഭാവത്തോടു കൂടി കർമ്മം ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ എന്നെ ജീവിപ്പിച്ച ഇന്ന് ജനിപ്പിച്ചത് ഇന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇന്ന കർമ്മങ്ങളിലുണ്ടായിരുന്നു, ഞാനൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പോയി അവിടെ പറഞ്ഞാൽ മതി. ഇന്നെനിക്ക് കുറച്ച് കിടക്കാനുണ്ടായിരുന്നു, എന്നെ അടുത്ത വീട്ടുകാർ കിടക്കാൻ വിളിച്ചു, ഞാൻ പോയി നല്ല 8 മണിക്കൂറും നിസ്വാർത്ഥമായിട്ട് കിടച്ചിട്ട് എനിക്ക് കിട്ടിയ ദക്ഷിണയും വാങ്ങിയിട്ട് ഭഗവാനെ ഞാനിതാ വന്നിരിക്കുന്നു. ഇത്ര പറയുകയാണ് വേണ്ടത്. ഇതാണ് പറയേണ്ടത്. നിനക്കായി ഞാനിതാ കർമ്മം ചെയ്തിരിക്കുന്നു, എന്നെ ഇതിനു വേണ്ടിയാണ് നീ ഇന്ന് നിയോഗിച്ചിരിക്കുന്നത്, ഞാനിതാ ചെയ്തിരിക്കുന്നു. ഇതും പറഞ്ഞിന്ന് പോരണം. പരമാത്മാവിനെ അറിയുവാനുള്ള നല്ല പ്രയത്നം മൂലാവിയുമായി ബന്ധപ്പെട്ട് സാധനകളെ ഒന്നും അവരറിയുന്നില്ല. അവർക്കതൊന്നുമല്ല ആവശ്യം. നിഷ്കാമഭാവത്തോടു കൂടി കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ എന്നിട്ടെന്ത് വേണം? പരമാത്മാവിനെ അറിയുവാനുള്ള പ്രയത്നം മൂലാവിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. പക്ഷേ സാധാരണ ജനങ്ങൾ ഇതൊന്നുമല്ല ചെയ്യുന്നത്. അതിനാൽ അവർ സ്വർഗസുഖം അനുഭവിച്ച്, അതുകൊണ്ട് അവർ സ്വർഗത്തിൽ സുഖം അനുഭവിച്ച്. സ്വർഗത്തിൽ പോയി എന്താ സുഖം? നമ്മൾ ധരിക്കുന്ന സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഹൂറികളുണ്ട്, തേനൊഴുകുന്ന നദി, പാലൊഴുകുന്ന നദി, ബോൺവിറ്റ ഹോർലിക്സ് ഒഴുകുന്ന നദി, ഇപ്പുറം വേണ്ടുന്നവർക്ക് മദ്യം ഒഴുകുന്ന പലതരം മദ്യം ഒഴുകുന്ന നദി, ഇതെല്ലാം ഉണ്ട് എന്നാണ് ധരിച്ചു. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഇഹലോകവും പരലോകവും. നമ്മൾ ഒരു സമയം കൊണ്ട് ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനാണ് ചെയ്ത് പാടുപെട്ട് കഷ്ടം ചെയ്ത് നമ്മളെ കർമ്മമെല്ലാം തീരുമ്പോൾ നമ്മളെ അങ്ങ് തിരിച്ചു വിളിക്കും ആടിയിരിക്കും. പിന്നെ അങ്ങനെ സുഖമാണ്, നല്ല ഗാഠനിദ്രയിൽ ഇരിക്കുന്ന മാതിരിയാണ്, സുഖമാണ്, പരമസുഖമാണ്. അതാണ് സുഖം. ഒരലട്ടലുമില്ല, ഒരു പ്രശ്നമില്ല. ആ സമയം കഴിയുമ്പോൾ പറയണത് എണീക്കുന്ന എനിക്ക് വേറെ ജോലിയുണ്ട് അവിടെ ജനിക്കുക. എന്തായിട്ടാണ്? ഒരു പട്ടിയായിട്ട് ജനിക്കാനുണ്ട്, കുറേ പരിപാടിയുണ്ട്, എനിക്ക് വീട് കാക്കൽ, പല പരിപാടികളുണ്ട്. തട്ടിമുട്ടി വീഴ്ക്കും. ആ സ്വർഗം തീരുമ്പോൾ നരവടത്ത് നല്ല ഭക്തരാണെങ്കിൽ പിന്നെ തിരിച്ച് വരേണ്ടി വരില്ല. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. എത്ര ലളിതമായിട്ടാണ് വേദം പറഞ്ഞു തന്നിരിക്കുന്നത്, ഉപനിഷത്തുകളെല്ലാം. വീണ്ടും വീണ്ടും മനുഷ്യലോകത്തിലേക്കും മറ്റും കുകര മുതലായ യോനികളിലെല്ലാം, നീചമായ യോനികളെല്ലാം പതിക്കുന്നു, അല്ലെങ്കിൽ ഘോര നരകത്തിലും പതിക്കുന്നു. ഇനി 11 ഭോഗസുഖത്തിൻ്റെ പിന്നാലെ പോകാതെ മനുഷ്യർ. അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കണം. ഭോഗസുഖത്തിൻ്റെ പിന്നാലെ എനിക്കൊന്നും വേണ്ട. ഭോഗസുഖം എന്നാണ് തിന്നൽ കുടിക്കൽ തൊട്ടിട്ട് ഒരു സുഖവും വേണ്ട. ഭോഗസുഖത്തിൻ്റെ പിന്നാലെ പോകാതെ മനുഷ്യർ മനുഷ്യജന്മ മഹത്വം മനസ്സിലാക്കി. മനുഷ്യജന്മം ഇതിനു വേണ്ടിയുള്ളതാണ്, ആ സത്യം മനസ്സിലാക്കാൻ. എന്താണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആ കക്ഷിയുടെ ലക്ഷ്യമെന്താണ്? ആ കക്ഷി ആരാണ്? എന്നീ മനുഷ്യജന്മത്തിൻ്റെ അതിനുവേണ്ടിയാണ്, ആ സത്യം മനസ്സിലാക്കാനാണ്. മഹത്വം മനസ്സിലാക്കി പരമാത്മതത്വം ഗ്രഹിക്കുവാനായും അദ്ദേഹത്തെ പ്രാപിക്കുവാനായും. അപ്പം ആരാണ് ആ ശക്തി? ഈ നമ്മളായി തീരുന്ന ശക്തി ഏതാണ്? ഇലക്ട്രോണും പ്രോട്ടോണും അല്ല. ഇലക്ട്രോണും പ്രോട്ടോണും ഏതിൽ നിന്നുണ്ടായി? ഇലക്ട്രോണും പ്രോട്ടോണും തന്നെയാണ് നമ്മളായി മാറിയത്. അതേതിൽ നിന്നുണ്ടായി? ആ പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനെ പ്രാപിക്കുവാനായും വനത്തിൽ വസിക്കുന്ന വാനപ്രസ്ഥക്കാരനെ പോലെയും ശാന്തനും, ചിലപ്പോൾ അവര് വനത്തിൽ ഈ ജീവിതമെല്ലാം വിട്ടിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ച് പോയവരായിരിക്കാം. അല്ലെങ്കിൽ ശാന്തനും വിദ്വാനും, ശാന്തനായി മനസ്സിനെയെല്ലാം അടക്കി
ശാന്തനായി നല്ല വിദ്യാഭ്യാസ വേദങ്ങളെല്ലാം ശരിക്കും പഠിച്ച് ജ്ഞാനെല്ലാം പഠിച്ച് സദാചാരിയായി ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവനാണെങ്കിലും ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോഴും ആ നിലയിൽ ജീവിക്കാം. ശാന്തനായി ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിലോ ദക്ഷിണ വെള്ളം വാങ്ങിക്കൊണ്ട് വല്ലവരത്തുനിന്ന് കിട്ടി ഇരന്ന് കിട്ടുന്ന ഭിക്ഷ വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന സന്യാസ ബ്രാഹ്മണന്മാരായി. അതാണ് ബ്രാഹ്മണരും സന്യാസരും. വല്ലവരെ എന്തെങ്കിലും തരികയാണെങ്കിൽ തരികയാണെങ്കിൽ വാങ്ങും, കഴിക്കും, എന്നിട്ടങ്ങനെ നടക്കും. അതാണ് സന്യാസ ബ്രാഹ്മണന്മാരായും നിരന്തരമായ തപസ്സിലൂടെയും. എന്നിട്ടെന്ത് വേണം? എപ്പോഴും ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള ഒരൊറ്റ ചിന്തയുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. അദ്ദേഹത്തെ സേവിക്കണം, എന്നിട്ട് അദ്ദേഹത്തെ മാത്രം സിദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന നിലയിൽ ചെയ്യുക. അവർ വർണ്ണാശ്രമധർമ്മത്തിനനുസരിച്ച് അവരെന്താണ് ചെയ്യേണ്ടത്? അവരുടെ ശരീരത്തിന് യോജിച്ച ധർമ്മം എന്താണ് അതിനനുസരിച്ച് കർമ്മം ചെയ്തിട്ടും, കർമ്മം എങ്ങനെ ചെയ്യും? ശാസ്ത്രാനുസരണം ചെയ്യണം. സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കർമ്മം ചെയ്യണം. അഭിലാഷരഹിതരായി എനിക്കൊന്നും വേണ്ട, പക്ഷേ ഞാൻ കർമ്മം ചെയ്യുന്നു. ശാസ്ത്രജ്ഞന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. പുതിയ ഗവേഷണമെല്ലാം നടത്തി കണ്ടെത്തുന്നവർ അവർക്കൊന്നും വേണ്ടിയിട്ടല്ല, എന്തോ അറിയാനുള്ള ആഗ്രഹം അവർ കണ്ടെത്തുന്നു. ആ നിലയിൽ സംയമനത്തോടെ ശമതമാദിക സമധനകളാൽ, അതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, പരമഭക്തിയോടെ പരമേശ്വരനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടും അതിന് അനുയോജ്യമായ സാധനകളിലും മുഴുകിയിട്ട് ആ തമോ രജോ ഗുണങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, മനുഷ്യനിലുള്ള തമോ രജോ ഗുണങ്ങളെയെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് അവർ സൂര്യലോകത്തിലൂടെ എവിടെ എത്തും? പരമപുരുഷ പ്രാപ്തിയിലേക്ക് പ്രാപിക്കും. അങ്ങനെ ജീവിക്കുന്നവര് സൂര്യരശ്മിയോടുകൂടി ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കും. ഇതിലാണ് പൊതുവെ സൂര്യരശ്മിയോടുകൂടി എന്നെല്ലാം പണ്ട് പറഞ്ഞു വിടുന്നത്. ഇനി 12 സ്വന്തം സൗഭാഗ്യം ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗസുഖങ്ങളെ ശരിയായി പരീക്ഷിച്ചറിഞ്ഞ്, അപ്പൊ സ്വന്തം സൗഭാഗ്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ലോകത്തിലെയും പരലോകത്തിലെയും ലഭിക്കുന്ന ശരിയായ ഭോഗസുഖങ്ങൾ എന്താണെന്ന് ശരിക്ക് പരീക്ഷിച്ചറിയണം. എന്താണ് ഈ ഭോഗസുഖം? അത് എത്ര നേരത്തേക്കുണ്ട്? ബാക്കിയുള്ള സമയമെല്ലാം എങ്ങനെയാണ്? മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഗാഠനിദ്രയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ശരിക്ക് വിശകലനം ചെയ്തിട്ട് അവയുടെ അനിത്യവും ദുഃഖപൂരിതവുമായ അവസ്ഥയെ ഗ്രഹിച്ചിട്ട്, അങ്ങനെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖമാണ് ഉണ്ടാകുന്നത്. ആ ഭോഗസുഖങ്ങളെല്ലാം ദുഃഖമാണ്, അത് ശാശ്വതമല്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ട് എല്ലാവിധ ഭോഗങ്ങളെയും ത്യജിച്ച്, അതിനെല്ലാം ത്യജിച്ചിട്ട് വിരക്തനാകണം. ഇതാണ് ഉപദേശം. സമാധാനം കിട്ടേണ്ടിക്ക് ആത്മീയതയിലേക്ക് തിരിയുന്നവര് ഈ ഭൗതികത മൗഢ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം കളഞ്ഞുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിയണം. അതാണ് ആത്മീയത. അല്ല ഇവിടെ കിടന്നിട്ട് ഈ ഗോഷ്ഠികൾ കാണിക്കുന്നൊന്നും ആത്മീയതയല്ല, വെറുതെ സമയം മെനക്കെടുത്തൽ. അതിനാൽ പരമാത്മജ്ഞാനം ലഭിക്കുവാൻ വേദസത്യങ്ങൾ നന്നായിട്ടറിയുന്നവൻ സദ്ഗുരുവിനെ നന്നായിട്ട് അറിയുവാൻ വേണ്ടി സദ്ഗുരുവിനെ സമീപിക്കണം. അതിന് വേദസത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗുരുവിനെ ഉണ്ടെങ്കിൽ സമീപിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്ത് കാര്യം? വേദജ്ഞനും 13 ബ്രഹ്മനിഷ്ഠനുമായ ആ മഹാമനുഷ്യൻ, നമ്മൾ ഒരാളെ സമീപിക്കുമല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നല്ല മഹാനായ
ഒരു മഹാത്മാവിനെ സമീപിക്കണം. ആ മഹാത്മാവ് എങ്ങനെയായിരിക്കണം? വേദജ്ഞനാകണം, വേദങ്ങളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയവനാകണം, ബ്രഹ്മനിഷ്ഠയുള്ളവനാകണം. ആ മഹാത്മാവ് തന്നെ ശരണം പ്രാപിച്ചവൻ്റെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുവാനും അയാൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? തന്നെ സമീപിച്ച മനുഷ്യൻ്റെ, ആ അഭയം പ്രാപിച്ച ആ ശിഷ്യൻ്റെ മനസ്സിനെ ശാന്തമാക്കുക, എല്ലാ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്നും അവൻ്റെ മനസ്സിനെ മുക്തമാക്കുക. എന്നിട്ടോ സാംസ്കാരിക ലോകത്തിൽ നിന്നും വിരക്തനുമാക്കണം. ഈ ലോകത്തിൽ നിന്നും വിരക്തി ഉണ്ടാക്കണം അവന്. ഈ ലോകത്തെ അവനെ മടുപ്പിക്കണം. അവനെ വിളിച്ചിട്ട് പറയണ, എടോ ഈ ഭാര്യ മക്കൾ ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്നതാണ് ആ ശക്തി വിശേഷം. നീ അതുകൊണ്ട് അതെല്ലാം മറന്നേക്കൂ, അവരെല്ലാം കളഞ്ഞിട്ട് നീ പോകൂ, ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകൂ. ഇതെല്ലാം വിരക്തനാക്കി മാറ്റാനുള്ള ഉപദേശം ഇതാണ് നൽകേണ്ടത്. ഹൃദയത്തിലെ വ്യാകുലതയെല്ലാം മാറ്റി വികാരപരമായ ചിന്ത ഇല്ലാതാക്കി, ഒരു വികാരവും പിന്നെ അവൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. മനസ്സ്, ഇന്ദ്രിയം, ബുദ്ധിയിലെല്ലാം കീഴടക്കി ആ തത്വജ്ഞാനം നേടിക്കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഉപദേശിക്കണം. അതായത് നീ മനസ്സിനെ, ശരീരത്തെ എല്ലാം നിയന്ത്രിക്കുക, ഇതെല്ലാം നിന്നെ കളിപ്പിക്കുന്ന തട്ടിപ്പ് പരിപാടികളാണ്, ഈ കുടുംബം എന്നെല്ലാം പറയുന്നത് വെറും മായയാണ്, അതെല്ലാം ഉപേക്ഷിക്കുക, നിൻ്റെ എല്ലാ ജോലിയും കളയുക, ഉടുതുണി അടക്കാതെ കളഞ്ഞേക്കുക, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് വിരക്തനാക്കി മാറ്റുക. അവന് അവിനാശിയും പരബ്രഹ്മവുമായ പുരുഷോത്തമനെ പറ്റിയുള്ള ജ്ഞാനം അപ്പോൾ ലഭിക്കുന്നു. അങ്ങനെ ആ ഗുരു ഉപദേശിക്കുമ്പോൾ അവന് കിട്ടുന്ന ജ്ഞാനം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ശക്തിയുള്ളൂ, ആ ശക്തിക്ക് നാശമില്ല. അതാണ് പരബ്രഹ്മ പുരുഷോത്തമൻ അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന ജ്ഞാനം അവനപ്പോൾ നേടും. ഇതാണ് ഗുരുവിൻ്റെ ജോലി.